So hi and welcome back to English Council Malayalam. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വെർബിന്റെ ഫസ്റ്റ് ടൈപ്പായ ട്രാൻസിറ്റീവ് വെർബിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു എന്താണ് വെർബ് എന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വെർബിന്റെ ടൈപ്സിലെ ഒന്നാമത്തെ കാറ്റഗറിയായ ട്രാൻസിറ്റീവ് വെർബാണ്. സോ ട്രാൻസിറ്റീവ് വെർബിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ തറവരിക്കണം. സബ്ജക്റ്റ് എന്താണെന്നുള്ളതും ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതും. കാരണം ഇതിനെ രണ്ടിലും ഡിപ്പെൻഡന്റ് ആണ് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. സോ നമുക്ക് നോക്കാം എന്താണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ ഒരു ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഏതൊരു സെന്റൻസിലും ഒരു ആക്ഷൻ ചെയ്യുന്ന ആള്, അതാണ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ്. അതേപോലെ തന്നെ ആ സെന്റൻസിൽ നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ആരെയാണോ ബാധിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയാം, സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ആരെയാണോ ബാധിക്കുന്നത് അവരാണ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു കല്ലെടുത്തിട്ട് ഒരു ഭിത്തിക്കിട്ട് എറിഞ്ഞെങ്കിൽ ആ കല്ല് എറിയുന്ന ആള് ആയ ഞാനാണ് സബ്ജക്റ്റ്, ആ ഏറ് കൊള്ളുന്ന ഭിത്തിയാണ് ഓളാണ് ഒബ്ജക്റ്റ്. ഇപ്പൊ ക്ലിയർ അല്ലേ എന്താണ് സബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത്? അപ്പൊ നമുക്ക് ഇനി നോക്കാം ട്രാൻസിറ്റീവ് വെർബിനെ പറ്റി. സോ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ആക്ഷൻ ഡൺ ബൈ ദ സബ്ജക്ട് ഷുഡ് ഓൾവേസ് പാസ് ഓവർ ടു ആൻ ഒബ്ജക്ട്. സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ എപ്പോഴും ഒബ്ജക്റ്റിലേക്ക് പാസ് ആകണം. അതാണ് നമ്മുടെ ഈ ഒരു ട്രാൻസിറ്റീവ് വെർബിന്റെ ബേസിക് റൂൾ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു സെന്റൻസിൽ ഉറപ്പായിട്ട് ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, ഒരു ഒബ്ജക്റ്റും ഉണ്ടായിരിക്കണം. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും രണ്ടുമുള്ള ഒരു സെന്റൻസിൽ മാത്രമേ നമുക്കൊരു ട്രാൻസിറ്റീവ് വെർബ് ഉണ്ടാകത്തുള്ളൂ. ചില സെന്റൻസുകളിൽ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാകില്ല, സബ്ജക്റ്റ് മാത്രമേ കാണാറുള്ളൂ. അങ്ങനെ സെന്റൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസുകൾ ഒക്കെ ട്രാൻസിറ്റീവ് വെർബ് കാണത്തില്ല. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഉള്ള ഒരു സെന്റൻസിൽ മാത്രമേ നമുക്ക് ട്രാൻസിറ്റീവ് വെർബ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ശരി. അപ്പൊ നമുക്കിനി ട്രാൻസിറ്റീവ് വെർബിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ എപ്പോഴും വെർബിലേക്ക് പാസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ട്രാൻസിറ്റീവ് വെർബിന്റെ ബേസിക് ആൻഡ് ഇമ്പോർട്ടന്റ് റൂൾ. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോകാം ഫോർ ബെറ്റർ ആൻഡ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. സോ എക്സാമ്പിൾ 1, ദ ആന്റ് ഫോർ ദ വാസ്പ്സ്. ഉറുമ്പുകള് പോരാടി ആരോട്? പല്ലികളോട്. ശരി. അപ്പൊ ദ ആന്റ് ഫോർ ദ വാസ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെന്റൻസിൽ ആദ്യം ട്രാൻസിറ്റീവ് വെർബ് ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നോക്കേണ്ടത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട്. ആൻഡ് ആണ് സബ്ജക്റ്റ്, ആക്ഷൻ ചെയ്യുന്ന ആള്. ഫോർട്ട് ആരോടെ ഫോർട്ട് ചെയ്ത്? വാസ്പിനോട്, പല്ലികളോട്. അപ്പം വാസ്പ്സ് ആണ് ഇതിനകത്തെ ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ബ്ലൈൻഡ് ആയിട്ട് പറയാം ഫോർട്ട് എന്നുള്ള ആ ഒരു വെർബാണ് ഇതിനകത്ത് ട്രാൻസിറ്റീവ് വെർബ്. കാരണം ഇത് ആൻഡ് ചെയ്ത ആക്ഷൻ ആയ ഫോർട്ട് നമ്മുടെ ഒബ്ജക്റ്റ് ആയ വാസ്പിലേക്ക് പാസ് ആയിട്ടുള്ളതും കൊണ്ട്. എക്സാമ്പിൾ 2, ദ ഡ്രൈവർ സ്റ്റോപ്പ് ദ ട്രെയിൻ. ഈ എക്സാമ്പിൾ പിന്നെ നമ്മൾ നോക്കുക സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടോന്ന് ഉണ്ട്. ദ ട്രെയിൻ ആണ് സബ്ജക്റ്റ്, ദ ഡ്രൈവർ ആണ് സബ്ജക്റ്റ്, ദ ട്രെയിൻ ആണ് ഒബ്ജക്റ്റ്. ശരി. അപ്പൊ ഇത് പാസ് ആയിട്ടുണ്ടോ നോക്കാം. ദ ഡ്രൈവർ സ്റ്റോപ്പ് ദ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡ്രൈവർ ആയ സബ്ജക്റ്റ് ചെയ്ത ആക്ഷൻ ആയ സ്റ്റോപ്ഡ് ബാധിച്ചത് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസിറ്റീവ് വെർബിനുള്ള കണ്ടീഷൻസ് നമുക്ക് ഇത് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്ഡ് ആണ്. ഇനി എക്സാമ്പിൾ 3, ഐ ഫീൽ എ സിവിയർ പെയിൻ ഇൻ മൈ ഹെഡ്. ഇവിടെ ഐ എന്നുള്ള സബ്ജക്റ്റ് ഫീൽ ചെയ്യുന്നതായിട്ടുള്ള ആക്ഷൻ ബാധിക്കുന്നത് എന്റെ തല എന്നുള്ള ഹെഡിനെയാണ്, അപ്പൊ ഒബ്ജക്റ്റിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ട്രാൻസിറ്റീവ് വെർബ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫീൽ ആണ് ഇവിടുത്തെ വെർബ്. ഏത് വെർബാണ്? ട്രാൻസിറ്റീവ് വെർബ്. എപ്പോഴും സബ്ജക്റ്റിൽ നിന്ന് സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ഒബ്ജക്റ്റിലേക്ക് പാസ്സായാൽ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന് കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ 2-3 എക്സാമ്പിൾസ് കൂടെ ഞാൻ പറയാം. സോ എക്സാമ്പിൾ 4, ദ ഹോഴ്സ് കിക്ക് ദ മാൻ. ഹോഴ്സ് ആയ സബ്ജക്റ്റ് ചെയ്ത ആക്ഷൻ ആയ കിക്ക്, ഏറ്റത് മാൻ ആയ ഒബ്ജക്റ്റിനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് കിക്ഡ് ആണ്. എക്സാമ്പിൾ 5, ഹി സ്പോക്ക് ദ ട്രൂത്ത്.
സബ്ജക്റ്റ് ആയ ഹി ചെയ്ത ആക്ഷൻ, അവൻ സത്യം പറഞ്ഞു. അപ്പം അവൻ ചെയ്ത ആക്ഷൻ ആയ സ്പീക്ക് ബാധിച്ചത് ട്രൂത്ത് എന്നുള്ള ഒബ്ജക്റ്റിനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പോക്ക് ആണ് നമ്മുടെ ട്രാൻസിറ്റീവ് വെർബ്. എക്സാമ്പിൾ 6, ദ ഷോട്ട് സാങ്ക് ദ ഷിപ്പ്. ദ ഷോട്ട് എന്നുള്ള സബ്ജക്റ്റ് ചെയ്ത ആക്ഷൻ ആയ സാങ്ക് എന്ന് പറഞ്ഞ മുക്കി എന്ന് പറഞ്ഞാൽ ബാധിച്ചത് നമ്മുടെ കപ്പലിനെയാണ്. ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ഗൺ ഷോട്ട് നമ്മുടെ ഒരു ഷിപ്പിനെ മുക്കിക്കളഞ്ഞു എന്നാണ്. അപ്പൊ ആ ഗൺ ഷോട്ട് ചെയ്ത ആക്ഷൻ മുക്കിക്കളഞ്ഞതാണ്. ആ മുക്കിക്കളഞ്ഞത് ബാധിച്ചത് ആരെയാ? ഷിപ്പിനെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാങ്ക് ആണ് ഇവിടുത്തെ ട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, സബ്ജക്ട് ചെയ്ത ആക്ഷൻ ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പാസ് ആയി പോയാൽ മാത്രമാണ് നമ്മളതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. സോ ദിസ് വാട്ട് എ ട്രാൻസിറ്റീവ് വെർബ് ഈസ്. എല്ലാവർക്കും ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് കൂടുതൽ പഠിക്കാം എന്താണ് സെക്കൻഡ് ടൈപ്പായ ഇൻട്രാൻസിറ്റീവ് വെർബിനെ പറ്റി. ഇൻട്രാൻസിറ്റീവിന്റെ വെർബും അതിന്റെ ബാക്കി ടൈപ്സ് ഓഫ് വെർബ്സിന്റെ ലിങ്കും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.